ആ എന്തായി മക്കളെ റിസൾട്ടിന്റെ കാര്യമൊക്കെ? വന്നിട്ടില്ല, ഇപ്പൊ വരും. അല്ല ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ? എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നില്ല. ഓ പാസ്സായ അപ്പൊ തന്നെ നാട് വിടും. ആ അച്ഛാ, ആ ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ UK പോകാൻ നിൽക്കുന്നത്. UK അതാകുമ്പോ പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യാം, കാശും കിട്ടും. നല്ല രസമാ. ആ അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. പിന്നെ റിസൾട്ട് വന്നാൽ പെട്ടെന്ന് അറിയിക്കണം. ഞാൻ ഫ്ലെക്സ് കടയിൽ പോയിട്ട് വരാം. നോക്ക്. പിന്നെ ഓ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒട്ടും കുറയണ്ട. ഇല്ല ഇല്ല ഇല്ല, സൈസും കുട്ടിക്കാൻ എന്റെ അതൊക്കെ ഞാൻ ചെയ്തോളാടാ. നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നാട്ടുകാരെ അറിയട്ടെ. ഡേയ് തോറ്റാന്തി ഞാൻ എന്തായാലും ജയിക്കും. അതെ എടാ, ഞാൻ തോക്കുന്ന ഡൗട്ട് ഉണ്ടാ. അത് പരീക്ഷയ്ക്ക് മുന്നേ ഇരുന്ന് ആലോചിക്കണമായിരുന്നു, ഇരുന്ന് പഠിക്കണമായിരുന്നു. ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ കയറി പോവും. എന്നെ തടയാൻ നിൽക്കരുത്. ഞാനും പോവും. സൂപ്പർ, അടിപൊളി, നൈസ് നൈസ്. സൈറ്റ് വന്നിട്ടുണ്ട്. അജിന്റെ നമ്പർ പറ. ഫസ്റ്റ് ഞാനാ. നീ തന്നെ 11 തോക്കൂ. 11 90 വന്നാ 228 220. കർത്താവേ, അജിൻ പാസ്സായി. പിന്നെ അജിൻ തൂക്കായിരിക്കോ? അജിൻ ഈസ് ബാക്ക്. എന്റെ നോക്ക് നമ്പർ പറ. 11 11 90 225. അമ്മ ഞാൻ ജയിച്ചു ചേട്ടാ. ജയിച്ചടാ. നിന്റെ ജയിച്ച സ്ഥിതിക്ക് എന്റെ നോക്കണോ? പറ പറ. 11 11 90 90 235. എന്താ എന്ത് തോറ്റ്? ഇതെങ്ങനെ സംഭവിച്ചു? നീ നിന്റെ ഫോണിൽ നോക്കിയേ. നിന്റെ ഫോണിലൂടെ നോക്കണല്ലോ. എടാ, ഏത് സ്ഥാനത്ത് നോക്കിയാലും തോറ്റതല്ലേ? അയ്യേ, ഉമ്മച്ചി ഇതറിഞ്ഞ ഉമ്മന്റെ കവാലടിച്ച് തിരിക്കും. നിന്റെ ഷോ കാരണമാണ്. നീ നിന്റെ നോക്കിയാണ്. നോക്കങ്ങോട്ട്. എന്റെ പിന്നെ നോക്കാം. കളിക്കാ നോക്കടാ. നോക്കണം പിന്നെ നോക്കാനാ. ഒരുത്തോടെ തോറ്റിരിക്കുമ്പോഴാണ്. വിനായകെ തോക്കണേടാ. ഒന്ന് ചുമ്മാ അതിരി ആശ്രേ. എന്റെ 30 ദൈവങ്ങളെ കൊത്തോണേ. തോറ്റോണേ എന്നെ ഒറ്റയ്ക്കാക്കില്ലടാ. ഒന്നുകൂടെ നോക്കടാ. ഞാൻ ജയിച്ചു. ചതിച്ചല്ലേ? ചതിച്ചല്ലേ നീയൊക്കെ? ആശ്ര, നീ ഒന്ന് സമാധാനപ്പെടാ. നമുക്ക് അടുത്ത വർഷങ്ങളിൽ എഴുതിയെടുക്കാം. നീ കഴിവുള്ളവനല്ലേ, നീ എഴുതിയ കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ പ്രോത്സാഹനം എനിക്ക് താ. ഞാൻ തോറ്റ് തെറിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇനിയിപ്പൊ ഞാനില്ല, നിങ്ങൾ എങ്ങനെയാടാ കേറി പോണ? പോവും. ഞാൻ പോവും. ഞാനും പോവും. അടിപൊളി ഫ്രണ്ട്സ് കേട്ടാ. ഒരു മിനിറ്റ് ചോദിക്കും. ആ മോനെ, ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്, കേറ്റട്ടെ. ഫ്ലക്സ് അടിച്ചാ? ഫസ്റ്റ് കാറിന്റെ ഫ്ലെക്സ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അടിച്ചാ മതിയായിരുന്നു. അതെന്താടാ, നീ പിന്നെയും തോറ്റാ? ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ച്. പിന്നെന്താടാ? അച്ഛാ, അതെ ഹാഷർ തോറ്റുപോയി. കുഴപ്പമില്ലടാ, വകുപ്പുണ്ടാക്കാം. ശരി അച്ഛാ. ഞാനും കൂടെ എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് UK പോവല്ലേ? ഓ വേണ്ട,
ഞങ്ങൾ എന്തായാലും കയറി പോവും. നീ എഴുതിയെടുത്ത് അങ്ങ് വന്നാ മതി. ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ഇത് എഴുതിയെടുക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതെ, ആകെ 3 വിഷയമല്ലേ പോയുള്ളൂ. അതൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ട്. ആകെ ഉള്ളത് 6 വിഷയം. അതിലൊരെണ്ണം മലയാളമായിരിക്കും. അതിപ്പോ ഞാൻ എഴുതിയാലേ A+ അടിക്കൂലേ. അതുകൊണ്ട് അത് വിട്. ബാക്കിയുള്ള 5 വിഷയത്തെ 3 എണ്ണം പൊട്ടിച്ചിട്ട് ഇന്ന് വർത്താനം പറയുന്നോടാ. എന്തൊക്കെ ബഹളമായിരുന്നു. അവന്റെ ഒരു ഊക്കേ പോക്ക്. എന്നിട്ട് ഊക്കേ പോയല്ലോ. നിന്റെ ഉമ്മ ഇവിടെ അരിമണി കൂട്ടണ പോലെ ഉണ്ടാക്കി വെച്ചിട്ടാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അല്ല നിന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇവിടെ നിന്ന് പോയത്. അവന്റെ ഒരു ഊക്കേ.